കല്യാണി വല്യൂഞ്ഞോ? എന്താ കല്യാണി, പേടിച്ചുപോയോ? ഞാനെന്തിനാ വല്യൂഞ്ഞിനെ കണ്ട് പേടിക്കണേ? അതെ, പേടിയല്ല കണ്ണുകളിൽ വിരിയേണ്ടത്, പ്രണയമാ. നിഷ്കളങ്കമായ പ്രണയം. അയ്യോ പാലൻ, അത് തിളച്ചു മറിയണം കല്യാണി. അതിനെ അഗ്നിദേവനുള്ള സമർപ്പണമായ പറയാറ്. ഞാൻ എന്റെ കെട്ടിയോളെ അവിടെയൊക്കെ നോക്കി. ഔട്ട് ഹൗസിലെ പാലുകാച്ചാണെന്ന് അറിഞ്ഞില്ല. ഞാനേ അവിടെ നടന്ന ഗണപതി ഹോമത്തിന്റെ ഹോമകുണ്ടത്തിന്ന് ഒരു കനലെടുത്തോണ്ട് വന്ന് ഗ്യാസ് കത്തിച്ച് പാല് കാച്ചി. ആ, ഗുരുജി പറഞ്ഞത് അത് മാത്രമല്ല, ആണും പെണ്ണും കൂടി വേണം പാൽപാത്രം ഇറക്കാനെന്നാ. ഇനി എന്തായാലും ആചാരം തെറ്റിക്കണ്ട. ഇങ്ങനെ ഒരു നാൾ വരുന്നതും കാത്ത ഞാൻ ഇരിക്കുന്നത്. ഞാനിത് കുടിക്കാം, പക്ഷേ ബാക്കി എന്റെ കെട്ടിയോള് കുടിക്കണം. അയ്യോ അച്ഛൻ. ഏയ് കല്യാണി, കല്യാണി നിക്ക്. കല്യാണി, അതെ, ദാസേട്ടനും എന്റെ കുഞ്ഞളിയനും കൂടി പഴയ ഔട്ട് ഹൗസിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വൈകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കിട്ടിയോളെ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? കല്യാണ തീയതി അടുത്തു, മനസ്സിലാദ്യം കൂടിക്കൂടി വരിക. കല്യാണി, നിന്റെ സ്ഥിരം പല്ലവിയാണല്ലോ ഇത്. ദേ, കല്യാണം അടുത്തു വരുന്നു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതിനു മുമ്പ് ആ ഗംഗ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ആ കാര്യം പറയാനാണ് ഞാനിപ്പോ വന്നത്. എനിക്കെന്റെ വലിയൊന്നിന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്റെ മോഹങ്ങൾക്ക് ചിത കൂട്ടേണ്ടി വരികയാണെങ്കിൽ അതിലെരിഞ്ഞു തീരേണ്ടി വരും എനിക്ക്. കല്യാണി, ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാനൊരു കാര്യം ഏൽപ്പിക്കാം, അത് ചെയ്യണം. അതെന്ത് കാര്യ? പുതുതായി വലിയ എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്? പുതിയ കാര്യമല്ല, പഴയത് തന്നെ. അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കണം. ഗംഗ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും നമുക്കറിയണം. അതിന് ഒരു പ്രാവശ്യം കൂടി ഈ മൈക്ക് നീ ഗംഗയുടെ മുറിയിൽ ഫിറ്റ് ചെയ്യണം. അത് വലിയ മറ്റൊരു വഴിയില്ല കല്യാണി. ഇപ്പോഴാവുമ്പോ മുറികൾ കാണാനെന്ന മട്ടിൽ വേണമെങ്കിലും നിനക്ക് ഗംഗയുടെ മുറിയിൽ പോവാലോ. ശരി, ഇനി തന്നേക്ക്, ഞാൻ വെച്ചേക്കാം. താങ്ക്സ് കല്യാണി. പോട്ടെ.
അതെ, ഗംഗ പറഞ്ഞതാണ് ശരി. കല്യാണിയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാനത് പല പ്രാവശ്യം അഖിലേച്ചിയോട് സൂചിപ്പിക്കാൻ നോക്കിയതാ. അപ്പോഴൊക്കെ ഓരോരോ തടസ്സങ്ങളാ. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ആന്റി. അതോടെ അവള് ധർമ്മക്കെട്ടും കെട്ടി പോയിക്കോളും. ആ കൊള്ളാം. ഇനിയുള്ള 2 ദിവസങ്ങളും നിർണായക ദിവസങ്ങളാ. ഈ കല്യാണം മുടക്കാനേ ആ അരവിന്ദും സുബ്രുവും ആനന്ദിനോടൊപ്പം ചേർന്ന് പണി 18 നോക്കും, അറിയോ? കരുതി വേണം ഇരിക്കാൻ. തൂണിനും തുരുമ്പിനും വരെ കണ്ണും കാതും ഉണ്ടാവും. ഒന്നോർത്താ, അവളെ ആ ഔട്ട് ഹൗസിൽ നിർത്തിയിട്ട് വരാത്തത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ അവിടെ വെച്ചായിരുന്നേനെ പ്ലാനിങ് മുഴുവനും. അയ്യോ, ഒട്ടും തട്ടി. അല്ലെങ്കിൽ തന്നെ ആ എരണം കെട്ടവളുടെ പേര് ഉച്ചരിച്ചാലേ പ്രശ്നങ്ങളാ. അപശകുനം. എന്റെ ദേവി, 2 കൂടി നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഈ മൈക്ക് ഫിറ്റ് ചെയ്യണേ? മാഡം, ഇങ്ങനെ കേറി വരുമ്പോ 100 ആയുസാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല. എന്നാലും നിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. ചായ അങ്ങോട്ട് വെച്ചിട്ട് ഈ ടീപ്പ് അങ്ങോട്ട് തിരിച്ചു വെച്ചേ. ആ ഈശ്വര, മൈക്ക് കണ്ട അതോടെ തീർന്നു. എന്താടി നിനക്ക് ഇത്ര ആലോചന? ആ ട്രേ അങ്ങോട്ട് വെച്ചിട്ട് ടീപ്പോ പിടിച്ച് നേരെ ഇട്. ചായ അവിടെ ഇരുന്നോട്ടെ. കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നെടുത്താ മതി. ഒരു പ്രാവശ്യം കൂടി സ്റ്റെയർ കയറിയെന്ന് കരുതി നിന്റെ ധർമ്മ കല്യാണമൊന്നും മുടങ്ങാൻ പോകുന്നില്ല. എടി, നിന്നോടല്ലേ പറഞ്ഞേ കപ്പ് പിന്നെ വന്ന് എടുത്താ മതിന്ന്. പോയ്ക്കോ. പോകാൻ. ഗംഗേ, നീ ശ്രദ്ധിച്ചില്ലേ? എന്തോ കള്ള ലക്ഷണമില്ലേ അവക്ക്? ഈശ്വര, എന്റെ വിളിപ്പുറത്തമ്മേ, മൈക്ക് അവരുടെ കണ്ണിപ്പെടല്ലേ ദേവി. കുടിക്ക്. താങ്ക്സ് ആന്റി. ഹലോ. ആ നാശം, മൊബൈൽ കമ്പനിക്കാര്.
ആന്റി ആന്റി എടുക്കണ്ട, കല്യാണിയെ വിളിക്കാം. മാഡം, എന്തോ ഒരു ശബ്ദം കേട്ടു. നീ പോയില്ലായിരുന്നോ? അതെ, പോയതാ. അപ്പോഴാ ശബ്ദം കേട്ടത്. കപ്പ് വീണ് പൊട്ടി. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യ്. ദേ, പെട്ടെന്ന് വേണം. വാഗനെ, നമുക്ക് താഴേക്ക് പോവാം. വഴുന്നേ. ശരി ആന്റി. എന്റെ വിളിപ്പുറത്തമ്മേ, നീ കാത്തു. അഖില, ഇങ്ങനെ ആലോചിച്ചിരുന്നാ മതിയോ? കല്യാണത്തിന് 2 ദിവസമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് മാറിയ കാര്യം എല്ലാരും അറിയിക്കണ്ടേ? അതൊക്കെ അറിയിച്ചിട്ടുണ്ട് കൃഷ്ണേട്ടാ. വെരി ഗുഡ്. എന്തായാലും ഇത് പറ്റി നിനക്കെന്തോ ഒരു ഭാവമാറ്റം? അത് വേറൊന്നുമല്ല കൃഷ്ണേട്ടാ. ഇളയച്ചൻ പറഞ്ഞതുപോലെ വീടൊക്കെ മാറിയിട്ടും ഉള്ളിൽ എന്തോ ഒരു സങ്കടം കെട്ടിക്കിടക്കുന്നത് പോലെ. എന്താകില്ല ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. തൃച്ചംബരത്തെ കല്യാണമാണ്. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എല്ലായിടത്തും നിന്റെ കണ്ണെത്തണം. അതാ അതിന്റെ ഒരു നിറവ്. അതിനെങ്ങനെ വിഷമിച്ചിരുന്ന അങ്ങനെ? അതല്ല കൃഷ്ണേട്ടാ, ആനന്ദിന്റെ മുടങ്ങിയ കല്യാണം കൃഷ്ണേട്ടൻ ഓർമ്മയില്ലേ? എനിക്ക് തോന്നി നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം പഴയ ഓർമ്മകളാണ്. ചില ഓർമ്മകൾ അത് നോവ് തരുന്നതാണെങ്കിൽ അങ്ങ് മറന്നേക്കണം, മാച്ചേക്കണം മനസ്സിൽ നിന്ന്. അതല്ല കൃഷ്ണേട്ടാ, എവിടെയോ എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ ഒരു തോന്നൽ. കൃഷ്ണേട്ടൻ അറിയാലോ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താകലേ ഇത്? കൂൾ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാം. അപ്പോഴേ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. വാഖില, വരാൻ. അരവിന്ദ്, നീ ആ ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് ഒന്നും കൊടുത്തില്ല അല്ലേ? സാരമല്ല, അച്ഛനത് സൈൻ ചെയ്ത് കൊടുത്തു. അതല്ല അച്ഛൻ, ഞാനൊന്നും. അരവിന്ദ്, നമുക്ക് വിലയില്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിലയുള്ളതായിരിക്കും. പിന്നെ നമ്മൾ ഈ വർഷാവർഷ സമൂഹവിവാഹം നടത്തുന്നത് പബ്ലിസിറ്റിക്കോ പത്മശ്രീക്കോ അല്ല. ഒന്ന്, തൃച്ചംബരത്ത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായി. സമ്പത്തിന്റെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ഒരു കൈത്താങ്. വെറും ആടയും ആഭരണങ്ങളും മാത്രം കൊടുത്തുള്ള കല്യാണമല്ലത്. ജോലിയും ആജീവനാന്ത ഇൻഷുറൻസ് പരിരക്ഷയും കൂടി കൊടുത്തു വരുന്നുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല. അച്ഛാ, ഇൻഷുറൻസ് അല്ലേ കൊടുക്കാൻ പറ്റൂ, ജീവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ.
സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനിരുന്ന 2 പേര് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അരവിന്ദ്, ഇപ്പൊ ഫോൺ വന്നതേ ഉള്ളൂ അമ്മ. ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. കല്യാണത്തിന്റെ കാര്യമായിട്ട് പോകുമ്പോഴാണത്രേ അപകടം. സമൂഹ വിവാഹത്തിലെ 2 വരന്മാരെ ഒരു നിമിഷം കൊണ്ട്. ഇപ്പൊ എന്തായി കൃഷ്ണേട്ടാ? ഞാൻ അല്പം മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ എന്തോ ആപത്ത് വരാൻ പോകുന്നു. ദൈവമേ, ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത്? എന്ത് വരാൻ അഖിലെ? അവർക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. അതിനെ മറ്റൊന്നുമായി കൂട്ടിക്കെട്ടി ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതല്ല കൃഷ്ണേട്ടാ. എന്തല്ലാന്ന് അഖിലെ, ഞാൻ പറഞ്ഞതാണ് ശരി. ഓരോ സെക്കൻഡിലും ലോകത്ത് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ സിദ്ധാർത്ഥൻ മരണത്തിന്റെ പരിഹാരം തേടി ഇറങ്ങിയതുപോലെയാണ്. കൃഷ്ണേട്ടാ, ഒന്നുമില്ല. ആ അരവിന്ദ്, ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. പിന്നെ മരണം സംഭവിച്ച കുടുംബത്തിന് എന്ത് സഹായം വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ശരി അച്ഛാ, എന്നാ ഞാനങ്ങോട്ട്. വാ അഖിലേ, കല്യാണത്തിന് നമ്മൾ തന്നെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃഷ്ണേട്ടാ, പറഞ്ഞതല്ലേ അഖിലേ, അത് വിധി, അത് വിട്ടേക്ക്. ഉള്ളിലെ പ്രകാശം അണഞ്ഞു പോയാൽ പുറമേ നിന്ന് വെളിച്ചം പകരാൻ തയ്യാറായി നിൽക്കുന്നവർക്കും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. ഈ കുടുംബത്തിന്റെ പ്രകാശം അഖിലാണ്ടേശ്വരിയാണ്, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഞങ്ങളുടെ ആ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കരുത്. വാ. പ്രിയങ്കയാണല്ലോ. ഹലോ ഹലോ ഗംഗ. മൈക്ക് പ്രവർത്തിച്ചു തുടങ്ങി. താങ്ക്സ് കല്യാണി. പുതിയ തൃച്ചംബരമൊക്കെ എങ്ങനെ? മോശമല്ല അല്ലേ? അതെ, ഗൃഹപ്രവേശന ചടങ്ങ് ഗംഭീരമായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് ഫോൺ വന്നത്. വീടിന് മുന്നിൽ നിറപറ, നിലവിളക്കേന്തി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും പാൽക്കുടമേന്തി തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്ന ഗംഗയും പുതിയ ഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം പൂർത്തിയാക്കി ഇടത് കാലുറപ്പിച്ച് അഖിലാണ്ടേശ്വരിയും വലത് കാല് ചവിട്ടി ശിവരാമകൃഷ്ണനും ഗൃഹപ്രവേശനം നടത്തി. മുഹൂർത്തം 10:40. Am I right? പറഞ്ഞ മുഹൂർത്തം പിഴച്ചില്ലല്ലോ. Absolutely right.